നമുക്ക് ലീഗിന്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. ലീഗിൽ നമുക്കറിയാം പരിചയസമ്പന്നരായ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുവാക്കളെ കൂടുതൽ ഇത്തവണ പരിഗണിച്ചിട്ടുമുണ്ട് സ്ഥാനാർത്ഥികളായി ലീഗ് എന്നത് ശ്രദ്ധേയമാണ്. ഫാത്തിമ തെഹലിയ ഉൾപ്പെടെ വനിതകൾക്കും വലിയ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. ഈ 5 മന്ത്രിമാരെ അനുവദിച്ചാൽ, ഈ 5ാം മന്ത്രിസ്ഥാനം ഒരു ആശങ്കയും തർക്കവും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ 5 മന്ത്രിസ്ഥാനം അനുവദിച്ചാൽ യുവാക്കളെ പരിഗണിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പി കെ ഫിറോസ് ഉണ്ട്, നജീബ് കാന്തപുരം ഉണ്ട്, ഫൈസൽ ബാബു ഉണ്ട്. ഇവരൊക്കെ തന്നെയും പരിഗണനയിൽ വരും അല്ലേ വി എസ് രഞ്ജിത്ത്? വിനിത, തീർച്ചയായിട്ടും. അതായത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥാനാർത്ഥി പട്ടികയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടുതൽ യുവാക്കളെ പരിഗണിച്ചു ഇത്തവണ എന്നുള്ളതാണ്. ഇപ്പൊ ടി പി അഷ്റഫ് അലി, പി കെ നവാസ്, പി കെ ഫിറോസ്, നജീബ് കാന്തപുരം, ഫൈസൽ ബാബു, കെ എം അഷ്റഫ്, അങ്ങനെ നിരവധി യുവാക്കളെ ഇത്തവണ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ ഫാത്തിമ തെഹലിയ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിച്ചു ലീഗ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ പക്ഷേ ലീഗിന് പരിമിതി ഉള്ളത് ഇത്തവണ മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ്. UDF ജയിച്ചു കയറുകയാണെങ്കിൽ 5 മന്ത്രിമാരുണ്ടാകുമോ എന്നുള്ളതാണ്. 2011 5ാം മന്ത്രി വിവാദമാണ് UDFന് വലിയ തിരിച്ചടിയായത്. സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ പരിഗണിച്ച് അത് 4 മന്ത്രി എന്ന രീതിയിൽ ചുരുങ്ങിയാൽ സ്വാഭാവികമായിട്ടും യുവാക്കൾക്കുള്ള പരിഗണന കുറയും. പക്ഷേ ഒരു 5ാം മന്ത്രിസ്ഥാനമൊക്കെ ഉണ്ടെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സർപ്രൈസ് അദ്ദേഹത്തിൻ്റെതായി കണക്കാക്കിയാൽ അതൊരു യുവാവിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കൽ കൂടിയാവും. നേരത്തെ പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, കെ എം ഷാജീവ്, അതുപോലെ എൻ ഷംസുദ്ദീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയ 5 പേരുടെ പേര് നേരത്തെ തന്നെയുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെ വെട്ടി ഒരു യുവാവിനെ പരിഗണിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനായിരിക്കും പ്രഥമ പരിഗണന കിട്ടുക. കാരണം അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മാത്രവുമല്ല കോഴിക്കോട്ട് നിന്നൊരാളെ പരിഗണിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടും. കാരണം ഇതുവരെ പരിഗണിച്ചവർ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ കോഴിക്കോട്ട് നിന്ന് ആരുമില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് നിന്നൊരാളെ പരിഗണിക്കുക കൂടി ചെയ്യാം, ഒരു യുവാവിനെയും പരിഗണിക്കാം. അങ്ങനെ പി കെ ഫിറോസിന് അവസരമുണ്ട്. ഇനി അതല്ല, സഭയിൽ പാർലമെന്ററി പാർട്ടിയിൽ സീനിയോറിറ്റിയാണ് നോക്കുന്നതെങ്കിൽ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ MLA ആയിട്ടുണ്ട്. അദ്ദേഹം പെരിന്തൽമണ്ണയിൽ ഇത്തവണയും ജയിച്ചാൽ വേണമെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാം. പക്ഷേ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം മലപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ 5ാമത്തെ മന്ത്രിയും മലപ്പുറത്ത് നിന്നായി പോകും. അതോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫൈസൽ ബാബു കോഴിക്കോട്ടാണ്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. അപ്പോൾ കോഴിക്കോട് സൗത്തിൽ നിന്ന് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ കോഴിക്കോട് സൗത്തിൽ നിന്ന് ജയിച്ച് കയറുമ്പോൾ വേണമെങ്കിൽ ഫൈസൽ ബാബുവിനെയും പരിഗണിക്കാവുന്നതാണ്. ഈ 3 പേരുകളാണ് യുവാക്കൾ എന്ന രീതിയിലുള്ളത്. കെ എം അഷ്റഫ് അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് ലീഗ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. 5ാം മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ യൂത്ത് ലീഗിൽ നിന്ന്, അതായത് യുവമുഖങ്ങളിൽ നിന്ന് ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം എന്നുള്ളതാണ്. അതിനാദ്യം അറിയേണ്ടത് ലീഗിന് 5 മന്ത്രിമാരുണ്ടോ എന്നുള്ളതാണ്. അതല്ല 4 മന്ത്രിമാരും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനാണ് ലീഗ് തീരുമാനിക്കുന്നതെങ്കിൽ 5 മന്ത്രിമാരുണ്ടാവില്ല. യുവാക്കളെ പരിഗണിക്കാനുള്ള സാധ്യതയും കുറവാണ്. ശരി, വി എസ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ യുവാക്കൾ ഒരു പിടിയുണ്ട് ലീഗിലും. അപ്പോൾ ആരെയൊക്കെ പരിഗണിക്കുന്നതാണ്? അതെ, 5 മന്ത്രിമാരുണ്ടെങ്കിൽ അതിലൊന്ന് യുവാവാക്കാൻ നോക്കാമെന്നാണ് പറഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായി വനിതകളെ കൂടി പരിഗണിച്ച സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു. ഈ ഫാത്തിമ തെഹലിയ ജയിച്ചാൽ മന്ത്രിയാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. അല്ല, ഞങ്ങൾ മലപ്പുറത്ത് പോയി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോൾ 27 പേർ മത്സരിച്ചു. ഈ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ലീഗിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ഇത്തവണ ആയിരിക്കും അവർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ 21 വേവടിച്ചു കഴിഞ്ഞാൽ 25-26 വരെയൊക്കെ പോകാം. ഇപ്പോൾ ഈ പറഞ്ഞ 5 മന്ത്രിസ്ഥാനം ഇത്തവണ കിട്ടാൻ തന്നെയാണ് എല്ലാ സാധ്യതയും കാണുന്നത്. മാത്രമല്ല, ഒരു ഇടത് കോട്ടയിൽ ഫാത്തിമ തെഹലിയ വിജയിച്ച് കയറിയാൽ അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയായി മാറില്ലേ?